നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, കൊച്ചി ഇന്ദിരാഗാന്ധിയിൽ നിന്ന്. ഇന്ന് പരാമർശിക്കാൻ പോകുന്നത് 2 ടോപ്പിക്കാണ്. BSc 142-ൻ്റെ യൂണിറ്റ് 11-ഉം യൂണിറ്റ് 12 ഇൻ്റർനാഷണൽ റിലേഷൻസിനെ പറ്റിയാണ് നമ്മൾ പരാമർശിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ വരുന്നത് ഇന്ത്യയും സെൻട്രലും വെസ്റ്റ് ഏഷ്യയും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയാണ് ഇന്ന് പരാമർശിക്കുന്നത്. അതേമാതിരി തന്നെ അടുത്ത ടോപ്പിക്ക് 12-ല് ഇന്ത്യ, ആഫ്രിക്ക ആൻഡ് ലാറ്റിൻ അമേരിക്ക, ഈ രാജ്യങ്ങളെ പറ്റിയുള്ള ബൈലാറ്ററൽ ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് പഠിക്കുക. അപ്പോൾ നമ്മൾ സെൻട്രൽ ഏഷ്യയും വെസ്റ്റ് ഏഷ്യയും വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റീജിയൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീജിയൻസ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ നെയ്ബർഹുഡാണ്, അല്ലെങ്കിൽ നമ്മളുടെ അയൽവാസികളാണ്. ഈ അയൽവാസികൾ ഇരിക്കുമ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പ്, നമ്മളുടെ സ്വന്തം കുടുംബത്തിലുള്ള മരത്തിന് റിലേഷൻഷിപ്പ് നന്നായിരിക്കണം. അപ്പോൾ മാത്രമേ അയൽവാസി നന്നായിട്ടിരുന്നാലേ നമുക്ക് നല്ല ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഓയിൽ റിസർവ് ഉള്ള കൺട്രികളൊക്കെയാണ്. ഈ ക്ലസ്റ്ററിൽ വരുന്നത് മുഴുവനും ഓയിൽ ഡെപ്പോസിറ്റ്സ് ഉള്ള കൺട്രികളാണ്. അതായത് വേൾഡ് വാർ കഴിഞ്ഞ ശേഷമാണ് ഓയിൽ ഈ ഗൾഫ് ഏരിയയിൽ കണ്ടുപിടിച്ചതിന് ശേഷം അത് പെട്ടെന്നൊരു ബൂമായിട്ട് മാറുകയും, ഓയിൽ ബൂം മാറുകയും, അതുവരെ അവർക്ക് അത്രയും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓയിൽ ഇമ്പോർട്ട്, ഓയിലിന്റെ കൺസംഷൻ, ഇതൊക്കെ വരുന്നത് ഈ പേർഷ്യൻ ഗൾഫില് ഓയിലിന്റെ ഡെപ്പോസിറ്റ് വേൾഡ് വാറിന് ശേഷം കണ്ടുപിടിച്ചപ്പോഴാണ് വെസ്റ്റ് ഏഷ്യക്ക് കുറച്ചുകൂടെ പ്രാധാന്യം വന്നതും. അങ്ങനെയാണ് വെസ്റ്റ് ഏഷ്യയുടെ ഇമ്പോർട്ടൻസ് ഇവിടെ കൂടുന്നതാവുന്നത്. കാരണം ഈ ഓയിൽ സപ്ലയർ ആയതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ആവശ്യമുള്ളത് ഓയിലാണ്. അപ്പോൾ ആ ഓയിലിന്റെ വർഷങ്ങളോളമുള്ള ഡെപ്പോസിറ്റ്സ് ഈ ഭാഗങ്ങളിൽ, സെൻട്രലും വെസ്റ്റ് ഏഷ്യയിലും ഉള്ളത് കൊണ്ടാണ് ഇതിന്റെ താരതമ്യേന ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് വരുന്നത്. നമ്മൾ പറയുന്നത് ഇവിടെ നമ്മുടെ അയൽവാസികൾ കുറച്ച് ദൂരെ, ഒരു അടുത്തുള്ള അയൽവാസികൾ എന്നാണ് നമ്മൾ ഈ പറയുന്നതിന്റെ അർത്ഥം, നെയ്ബർഹുഡ് എക്സ്റ്റെൻഡ് എന്ന് പറയുമ്പോൾ. ഇപ്പൊ ഇവിടെ പണ്ട് കാലത്ത്, അതായത് നമ്മളുടെ ആദ്യകാലങ്ങളിൽ സെൻട്രൽ ഏഷ്യ, അഫ്ഗാനിസ്ഥാൻ വഴിയാണ് ഇൻവേഡേഴ്സും അതുമാതിരി ബിസിനസ് ട്രാവൽസ്, അതായത് ട്രേഡ് റൂട്ട്സ്, നമ്മളുടെ സിൽക്ക് റൂട്ടൊക്കെ നിങ്ങൾ നേരത്തെ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഈ ഭാഗം വഴിയായിരുന്നു. സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ആര്യൻസ് വന്നു എന്നൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും അവരൊക്കെ ഇന്ത്യയിൽ എത്തുന്നത് അഫ്ഗാനിസ്ഥാൻ വഴിയും നമ്മളുടെ ഖൈബർ ആൻഡ് ബോളാൻ പാസസ് വഴിയും ലാൻഡ് റൂട്ട് വന്ന് ഇവിടെ വന്നു. ഇവിടത്തെ രാജാക്കന്മാരെ കണ്ടു, വളരെ കാര്യമായിട്ടുള്ള ബിസിനസ് ഡെവലപ്പ് ചെയ്തു. അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ വന്നിരുന്നതും. അതേമാതിരി തന്നെ നമ്മളുടെ ബിസിനസ്സുകാരായിട്ട് വന്നത് മറ്റ് 4 യൂറോപ്യൻ കൺട്രിയിൽ വരുന്നത് സീ റൂട്ട് കണ്ടുപിടിച്ച ശേഷം. അപ്പോൾ ഈ വളരെ കാര്യമായിട്ട് പറയാൻ പറ്റുന്നത് ഇവിടത്തെ റീജിയണൽ ആയിട്ടുള്ള ലെവലിലുള്ള കൺട്രിയുടെ ലൊക്കേഷൻസ് ആണ്, സ്റ്റെബിലിറ്റിയാണ്. ആ സ്റ്റെബിലിറ്റിയുടെ ഇന്ത്യക്കും അതുകൊണ്ടുള്ള ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട്. ഇതില് പാകിസ്ഥാനില് ആ കാലഘട്ടത്തിൽ സെക്യൂരിറ്റി ഇഷ്യൂസ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മുസ്ലിം സ്പ്രദ്ധ കൂടുതലുള്ള, മുസ്ലിം റിലീജിയസ് ബിലീഫ്സ് ഉള്ളവരും, അങ്ങനെ അതിൻ്റെതായ എന്താ പറയാ ഡെവലപ്മെന്റ്, അതില് ഫെനറ്റിസം ഉള്ള ഒരു ഗ്രൂപ്പാണ് ആ സമയത്ത് ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മളുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഫ്രീഡം കിട്ടിയ ശേഷം 47-ന് ശേഷം നമ്മൾ ഫോറിൻ പോളിസികൾ ഉണ്ടാക്കുമ്പോൾ എല്ലാ തരത്തിലും നമ്മളുടെ നെയ്ബേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് നമ്മൾ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ആണ് എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ നമ്മൾ പവർ ബ്ലോക്കിൽ ജോയിൻ ചെയ്യാണ്ട്, US-ന്റെയോ USSRന്റെയോ കൂടെ ജോയിൻ ചെയ്യാണ്ട് നമ്മളുടെ സ്വന്തമായ ഒരു നോൺ അലൈൻമെന്റ് പോളിസി കൊണ്ടുവരികയും ആ പോളിസികളിൽ കൂടി നമ്മളുടെ നെയ്ബേഴ്സിന്, അല്ലെങ്കിൽ നമ്മളുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾക്കും പുരോഗതി ഉണ്ടാകാൻ തരത്തിലാണ് നമ്മൾ അത് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ഇപ്പോ ഇതിന്റെ ഈ സെൻട്രൽ ഏഷ്യന്റെ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി 5 റിപ്പബ്ലിക്സ് ആണ്. ഈ 5 റിപ്പബ്ലിക്സും കൂടെ ചേർന്നിട്ട് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് ആയിരുന്നത് സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷം 1991-ൽ സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷം ഇതെല്ലാം കൂടെ ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിരുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്
വാസ്റ്റ് ആയിട്ടുള്ള ഏരിയകൾ കൂടുതലാണ്. 4 മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. അതിന്റെ പോപ്പുലേഷൻ നോക്കുമ്പോൾ 70 മില്യൺ ആണ്. ഇതിന് സെൻട്രൽ ഏഷ്യയുടെ ലൊക്കേഷൻ സെൻട്രൽ ഏഷ്യ എന്നാണ്. അപ്പൊ ഇതെന്ത് പറ്റും? സെൻട്രൽ ഏഷ്യ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കരയാണ്. ലാൻഡ് എന്ന് പറഞ്ഞാൽ കരയാണ്. കര ലോക്ക്ഡ് ആവുമ്പോഴത്തേക്കും ക്രോസ് ആയിട്ടുള്ള റോഡുകൾ അല്ലെങ്കിൽ ട്രാവൽ റൂട്ട് അല്ലെങ്കിൽ ട്രാവൽ വഴികൾ, ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ഏഷ്യ, ഇങ്ങനെയുള്ള വഴിയിൽ കൂടെയുള്ള കഠിനമായ വഴികളാണെങ്കിൽ കൂടെയും കഷ്ടമുള്ള റോഡ് അല്ലെങ്കിൽ റോഡാണ് അത്. ലാൻഡ് റൂട്ട് എന്നാണ് ഞാൻ പറയുന്നത് ഉദ്ദേശം. അപ്പോ അത് മാത്രമല്ല, ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു മേജർ ആയിട്ടുള്ള ഒരു പല സിവിലൈസേഷന്റെയും മീറ്റിംഗ് പോയിന്റ് ആണ് സെൻട്രൽ ഏഷ്യ. ചൈനീസ് സിവിലൈസേഷൻ ഉണ്ട്, സാൽവിക് സിവിലൈസേഷൻ ഉണ്ട്, ടർക്കിഷ് ഉണ്ട്, പേർഷ്യൻ ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്. അപ്പോ ഇത് ഈ സമയത്ത് ഇങ്ങനത്തെ നമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആര്യൻസ് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു, ആര്യൻസ് വന്നു, ഇൻഡസ് വാലി സിവിലൈസേഷൻ തുടങ്ങത്തെ ഋഗ്വേദം വരുന്നു. ഇതൊക്കെ വരുമ്പോഴും ഈ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, അതേമാതിരി ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈ 4 ഏർലി സിവിലൈസേഷൻസിന്റെ മീറ്റിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് ഇതിനെ സെൻട്രൽ ഏഷ്യനെ കാണാം. കാരണം ഇതൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. ഇതില് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ റഷ്യയും ചൈനയും വളരെ ഡിസ്റ്റർബൻസ് ഉള്ള അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഈ ഏരിയയിൽ തന്നെ വരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ എന്നുള്ളതും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ ഒരുമാതിരി ടെററിസ്റ്റ് സപ്പോർട്ടേഴ്സ് ആണ്. കാരണം ഇനി അടുത്തതായിട്ട് വരുന്നത്, ഇവരെങ്ങനെയാണ് എത്ര പെട്ടെന്ന് ഓയിൽ ബൂം വരുന്നതും, ഓയിൽ ബൂം കാരണം അവരുടെ ഇമ്പോർട്ടൻസ് എല്ലാ കൺട്രികൾക്കും അവരുടെ ഇമ്പോർട്ടൻസിനെ പറ്റി അറിയാൻ കിട്ടുന്നു. അപ്പോ ഇതിലെ ഇവിടെയുള്ള റിസോഴ്സ് എന്താന്ന് വെച്ചാൽ ഹൈഡ്രോ കാർബൺ. അത് കസഖസ്ഥാനാണ് 12ാമത്തെ ഓയിൽ റിസർവ്, ടോട്ടൽ ഓയിൽ റിസർവ് അവിടെയുണ്ട്. 30 ബില്യൺ ആണ് ബാരൽസ് കിടക്കുന്നത്. കാരണം ഈ ടർക്ക്മെനിസ്ഥാനിലെ നാച്ചുറൽ ഗ്യാസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നേച്ചറിന്റെ ഒരു റിസോഴ്സ് ആണ്, നാച്ചുറൽ റിസോഴ്സസ് ആണ്, അല്ലാണ്ട് ആരും കൊണ്ടുവന്ന് വെച്ചതല്ല. അതുവരെ അത് കണ്ടുപിടിക്കാണ്ടിരുന്നത്തോളം കാലം അതിനെപ്പറ്റി അറിവില്ലാണ്ടിരുന്നു. വേൾഡ് വാറിന് ശേഷമാണ് ഇതിന് ഓയിൽ ഡെപ്പോസിറ്റ്സിനെ പറ്റി അറിയുകയും അതിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ആൾക്കാർ വരികയും ചെയ്തത്. കുബിസ്ഥാനിൽ വരികയാണെങ്കിൽ എക്സ്പ്ലോറബിൾ ഗ്യാസ് ഉണ്ട്. പിന്നെ കൂടാണ്ട് യുറേനിയം, ഗോൾഡും ഡെപ്പോസിറ്റ്സ് ഉണ്ട്, തരികളായിട്ടുള്ള ഡെപ്പോസിറ്റ്സ്. കജകസ്ഥാനും ക്രസ്ഥാനിലും ഹൈഡ്രോ കാർബൺസ് ഉണ്ട്, ഹൈഡ്രോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പൊ ഈ നാച്ചുറൽ ഭൂമിക്കടിയിലുള്ള നാച്ചുറൽ റിസോഴ്സസ് വളരെ സ്ട്രെങ്ത് ആയിട്ട് അവർക്ക് അവരുടെ പവറിന്റെ അല്ലെങ്കിൽ അവർക്ക് റിച്ച് ആവാനോ അല്ലെങ്കിൽ അവരുടെ പവർ കുറച്ചുകൂടെ ഈ രാജ്യങ്ങളിൽ ഗ്ലോബലി അത് ഇമ്പ്രൂവ് ആയി. റസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ റിലീജിയൻ ആണ്. റിലീജിയനെ അവനോന്റെ റിലീജിയൻ വിട്ട് റഷ്യയുടെ ഉള്ള കമ്മ്യൂണിസ്റ്റ് റിലീജിയനിലേക്ക് ഒരു ചായ് വരികയാണ്. ആ ചായ്വിലാണ് നമ്മൾ ഈ റെസിഫിക്കേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന്, ഏത് മതമായാലും വിരോധമില്ല. അതിന് നമ്മൾ സോവിയറ്റ് യൂണിയൻ സമയത്ത് സോവിയറ്റ് യൂണിയൻ വീഴുന്ന സമയത്തും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ ഉണ്ടായിരുന്നത് റിലീജിയസ് ഫ്രീഡം എന്നുള്ളതാണ്. അപ്പോ റഷ്യ സാർ ഗവൺമെന്റിന്റെ കാലത്ത് പിന്നെ കമ്മ്യൂണിസ്റ്റ് റഷ്യയായിട്ട് കഴിഞ്ഞപ്പോ ഈ റഷ്യൻ കൾച്ചർ, നമ്മളിപ്പോ ഇവിടെ നിന്ന് പോയാൽ നമ്മൾ എവിടെ പോയാലും നമ്മളുടെ ഇന്ത്യൻ കൾച്ചർ കണ്ടിന്യൂ ചെയ്യും. അതേമാതിരി റഷ്യയിൽ പോയി ജോയിൻ ചെയ്തവരെ അല്ലെങ്കിൽ റഷ്യയിൽ താമസിക്കുന്നവരെ അവരുടെ കൾച്ചറിനെ മാറ്റി ഈ റഷ്യൻ കൾച്ചറിലേക്ക് മാറുകയും റഷ്യൻ ഡ്രസ്സസ് അക്സെപ്റ്റ് ചെയ്യും, റഷ്യൻ ലാംഗ്വേജ് പഠിക്കുക. അപ്പൊ അങ്ങനെ ആ പ്രോസസ്സാണ് നമ്മൾ റെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. കാരണം അവിടത്തെ സ്റ്റേക്ക് വേണ്ടി അവരെല്ലാം മാറ്റി അഡ്ജസ്റ്റ്മെന്റിൽ പോവാണ്, അറേഞ്ച്മെന്റിൽ അവർ ചെയ്ത് പോവാണ്, റഷ്യനൈസേഷൻ ആയിട്ട് പോവാണ്, അവർ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതേമാതിരി തന്നെ ഈ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സ്, നേരത്തെ പറഞ്ഞ 5 റിപ്പബ്ലിക്സും വളരെ സ്ട്രോങ് ആണ്, വളരെ അതോറിറ്റേറിയൻ
ഉള്ളവരാണ്. അതോറിറ്റേറിയൻ റെജീം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ അഭിനിവേശം എന്ന് പറയാം. അതിനെ അവര് പറയുന്നതിൽ ജീവിക്കണം. അതിപ്പോ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഇവിടെ ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നും പോകുന്ന ഒരു മലയാളിയും ഗൾഫ് കൺട്രികളിൽ പോയിട്ട് വലിയ വിളവ് എടുക്കില്ല. ഇവിടെ ആയിരിക്കും വലിയ നേതാക്കന്മാരായിട്ട് കാണിക്കുന്നത്. പക്ഷെ ഗൾഫിൽ പോകുമ്പോൾ അവരൊക്കെ 100% ഒബീഡിയന്റ് ആയിട്ട് പോകും. അവർക്ക് പേടിയുണ്ട്. അപ്പൊ അവിടെ ജീവിക്കാൻ പറ്റണമെങ്കിൽ അവർ പറയുന്നത് അനുസരിക്കണം. അല്ലാണ്ട് ഇൻകുലാബ് സിന്ദാബാദ് ഒന്നും വിളിച്ചാൽ നടക്കില്ല. അപ്പൊ അതേമാതിരി ഓരോരുത്തർക്കും ഈ റഷ്യൻ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സിനെ അവരുടെ അതോറിറ്റീനെ പേടി ഉണ്ടാവുമ്പോൾ അവര് മിണ്ടാണ്ട് പറഞ്ഞ പ്രകാരം ജീവിച്ചു പോകും. ഇത് മാത്രമല്ല, ഇസ്ലാമിക് ആയിട്ടുള്ള ഒരു മിലിറ്റൻസിയാണ്. ഇസ്ലാം മതത്തിനെ ഫോളോ ചെയ്യുന്ന കൺട്രികളാണ് ഇതൊക്കെ. അപ്പോൾ ഇസ്ലാം മതത്തിലുള്ളപ്പോൾ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ച് സ്ട്രോങ് ആണ്. നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്, ടൂത്ത് ഫോർ എ ടൂത്ത് ആൻഡ് ഐ ഫോർ എൻ ഐ. അങ്ങനത്തെ ലെവലിലുള്ള റൂൾസ് എടുക്കുന്ന ഒരു മതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാജ്യമായതുകൊണ്ട് അവിടെ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എക്കോണമിനെ പറ്റി പറയുകയാണെങ്കിൽ, ധനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇവരെങ്ങനെയാണ് മേജർ ആയിട്ടുള്ള പ്രൊഡ്യൂസറും എക്സ്പോർട്ടറാണ്. എന്തൊക്കെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും? കോട്ടൺ, വൂൾ, മീറ്റ്, ആനിമലിന്റെ തോല്, ലെതർ ഗുഡ്സ്. അതേമാതിരി തന്നെ ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് ഒരുപാട് ഡെപ്പോസിറ്റ്സ് ഉണ്ടെന്ന്. ആ ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ മിനറൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ നാച്ചുറൽ ഡെപ്പോസിറ്റ്സ് എന്ന് പറയാം. യുറേനിയം, ഗോൾഡ്, സിൽവർ, അയൺ ഓർ, കോൾ, കോപ്പർ, സിങ്ക്, ലെഡ്, മാഗ്നീസ് ആൻഡ് അതേഴ്സ്. അപ്പൊ ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ എല്ലാ കൺട്രികൾക്കും രാജ്യങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്താകും? ഇവിടെ നിന്ന് അവർ മേടിക്കാൻ തുടങ്ങുമ്പോൾ ഇവരുടെ ഇക്കോണമീനെ അത് കൂടുതലായിട്ട് സൗകര്യപ്പെടുത്തും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പറയാവുന്നത് സോവിയറ്റ് യൂണിയന്റെ ഒരു ഡെസൊല്യൂഷൻ, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ താഴ്ചയ്ക്ക് ശേഷം മാർക്കറ്റ് ഒക്കെ കുറച്ച് കഷ്ടമായിരുന്ന സമയത്ത് ഇത് ഇവർക്ക് കൂടുതൽ ഉപകാരപ്പെട്ടു. അത് മാത്രമല്ല, മാൻ പവർ, സ്കിൽഡ് മാൻ പവറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ഈ റിസോഴ്സസിനെ എക്സ്പോർട്ട് ചെയ്ത് വേറെ രാജ്യങ്ങൾക്ക് അയക്കാനും അവർക്ക് സാധ്യമായി. അങ്ങനെ അവരുടെ എക്കോണമി ഇംപ്രൂവ് ആയി വന്നുകൊണ്ടിരുന്നു. ഇനി അവരുടെ പൊളിറ്റിക്സും സൊസൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ആദ്യ കാലഘട്ടങ്ങളിൽ മുഴുവനും അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള പ്രസിഡന്റ് ആണ്. അപ്പോൾ ലെജിസ്ലേച്ചറും ജുഡീഷ്യലും ഉണ്ടെങ്കിൽ കൂടെയും പക്ഷെ ഈ പ്രസിഡന്റിന്റെ ഡിസിഷനാണ് ഫൈനൽ, അല്ലെങ്കിൽ പ്രസിഡന്റ് ഡിസിഷനെ അവര് പ്രാബല്യത്തിൽ കൊണ്ടുവരും. പേഴ്സണൽ ആയിട്ടുള്ള ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം വളരെ കുറവായിരുന്നു, അല്ലെങ്കിൽ പ്രസിന്റെ സ്വാതന്ത്ര്യം ഒട്ടുമില്ല. നമ്മള് പല സൽമാൻ ഖുർഷി, ഇങ്ങനെ കുറെ പേരുടെ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ വേൾഡ് വൈഡ് അറിയാവുന്ന കാര്യങ്ങളാണ്. പേഴ്സണൽ ഫ്രീഡം അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള സ്വാതന്ത്ര്യം, അത് മാത്രമല്ല എന്തും എഴുതി പിടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രസിന് ഉണ്ടെന്ന് ഇവിടെ പറയാം, കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ പറയാം. പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പോ അങ്ങനെ വരുമ്പോൾ നമുക്ക് തോന്നിയതൊക്കെ ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു ചെക്കിംഗ് ആണ്, ഒരു ഡിസിപ്ലിൻ ആയിട്ട് നോക്കുക. ഇഷ്ടമില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക, അതാണ് അതിന്റെ ഡീസന്റ് ആയിട്ടുള്ള മെത്തേഡ്. അല്ലാണ്ട് വായിൽ തോന്നിയത് പറയുകയും ഒരാളെ പറ്റി അനാവശ്യം പറയുകയും പത്രത്തിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ ഇഷ്ടമാതിരി. എന്തൊരു ഫ്രീഡമായത്! സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തർ തോന്നിയതൊക്കെ വിളിച്ച് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ പബ്ലിക് ആവും. അതത്ര നല്ല സ്വഭാവമാണെന്ന് എനിക്കും തോന്നുന്നില്ല. കുറച്ചൊക്കെ കൺട്രോൾ വേണം, കുറച്ചൊക്കെ ഫ്രീഡം എൻജോയ് ചെയ്യണം. നമ്മളുടെ ഫ്രീഡം കൊണ്ട് നമ്മൾ വേറൊരാളെ ദ്രോഹിക്കരുത്, അല്ലെങ്കിൽ വേറൊരാളുടെ മനസ്സ് നോവിക്കാൻ ഇട കൊടുക്കരുത്. അതാണ് ഇന്ത്യൻ സൊസൈറ്റി പഠിപ്പിച്ചിട്ടുള്ളത്. അപ്രിയ സത്യം പറയാണ്ടിരിക്കുക എന്നാണ് ഇന്ത്യയിൽ പറയാറുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ഇവിടെ ലാംഗ്വേജും കൾച്ചറും ഒക്കെ ഒരു ഡെഫിനറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. റഷ്യൻ ഡോമിനേഷൻ അല്ലെങ്കിൽ റഷ്യൻ ലാംഗ്വേജ്, അവരുടെ സ്ക്രിപ്റ്റ്, അവരുടെ കൾച്ചർ, അതൊക്കെയാണ് ഡിസ്റ്റോർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും അതൊരു
ഒരു നല്ല സ്വഭാവമായിട്ട് കാണപ്പെടുന്നില്ല. അവർ ഡോമിനേഷൻ ഉണ്ടെങ്കിൽ കൂടെയും അതിനെ ഒന്ന് ഡിസ്ഫിഗർ ചെയ്യുന്നതും തെറ്റാണ്. ഇനി സെൻട്രൽ ഏഷ്യയുടെ ഐഡന്റിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക് റൂള് സെൻട്രൽ ഏഷ്യന്റെ ഐഡന്റിറ്റിയാണ്. വളരെ കാര്യമായിട്ട് ഇസ്ലാമിക്കിന്റെ റിവൈവൽ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇസ്ലാം ആകുമ്പോഴത്തേക്ക് അറബിക് ലാംഗ്വേജ് വരും. ഇവിടെ ടർക്കിഷ് ലാംഗ്വേജസ് കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഓട്ടോക്രാറ്റിക് രാജാക്കന്മാരുണ്ട്. ഇസ്ലാമിക് ഇസ്ലാമിക് മാത്രമല്ലാണ്ട് ടർക്കിഷ് മൂവ്മെന്റ്സ് ഉള്ളവരുണ്ട്. സോവിയറ്റ് യൂണിയന്റെ അല്ലെങ്കിൽ സോവിയറ്റ് പാർട്ടീനെ സഹായിക്കുന്നവർ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും റീജിയനില് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഡെമോക്രസിക് ഡെവലപ്മെന്റിന് നമ്മൾ നേഷൻഹുഡിന് അത്രയ്ക്ക് കാര്യമായിട്ട് ഇമ്പോർട്ടൻസ് വരുന്നില്ല. പിന്നെ അടുത്തതായിട്ട് നോക്കിയാൽ വെള്ളം കുറവായിരിക്കും. കാരണം കരയാണ്, കരസ്ഥലമാണ്. ബോർഡർ എപ്പോഴും പ്രശ്നമുള്ളതായിരിക്കും. എല്ലാ ബോർഡേഴ്സിലും പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോവുക, അങ്ങോട്ടും ഇങ്ങോട്ട് കരയിൽ മുഖാന്തരം അല്ലെങ്കിൽ സർഫസ് ട്രാൻസ്പോർട്ടാണ്. എൻവയറമെന്റൽ ഡിഗ്രഡേഷൻ ഉണ്ട്, മൈഗ്രേഷൻ ഉണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഈ പ്രോബ്ലംസ് എല്ലാം ഉള്ളത് കൊണ്ട് ഇതിന്റെ കൂടെ ഡ്രഗ് ട്രാഫിക്കിംഗ് ഉണ്ട്. അപ്പൊ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ കഞ്ചാവ് പിന്നെ എന്തൊക്കെയോ ഉണ്ടല്ലോ കുറെ സാധനങ്ങൾ. അതൊക്കെ ഈ ഡ്രഗ്സ് കൊണ്ട് എന്താവുന്ന വെച്ചാൽ മനുഷ്യന് ഒരു ബോധാവസ്ഥ മാറുന്നു. യൂത്ത് ആയിട്ടുള്ള മനുഷ്യന്മാരുടെ ആരോഗ്യം നശിക്കുന്നു. അനാവശ്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിലര് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. മനസ്സിന് ധൈര്യമില്ല. പക്ഷെ ഇത് ഡ്രഗ്സിന്റെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൾസ് ആയിട്ടുള്ള ധൈര്യം വരുന്നു. പിന്നെ ചില പേര് ഉപയോഗിക്കുന്നത് എന്തിനാ ഡ്രഗ്സ്, എന്റെ പ്രോബ്ലംസ് ഞാൻ മറന്ന് കുറെ നേരം ഉറങ്ങുക. അങ്ങനെ പലവിധ ആംഗിളിലാണ് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അതുകൊണ്ടാണ് ഈ ഡ്രഗ് ട്രാഫിക്കിങ്ങിനെ അറേബ്യൻ കൺട്രികളിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ എതിർത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ്. ഒരു രാജ്യത്തിന്റെ യൂത്തിനെ നശിപ്പിക്കുന്നത്. ഇനി ഇത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ജോഗ്രഫിക്കലി ഒരു ന്യൂ ഗെയിം ആണ് ഇവിടെ കളിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് രണ്ട് ബാറ്റിലാണ് നടക്കുന്നത്. അത് കാലഘട്ടങ്ങൾ 19ാം നൂറ്റാണ്ടിൽ സാർ റഷ്യയും ബ്രിട്ടീഷ് ഇന്ത്യൻ എംപയർ, സാറന്മാരുള്ള അല്ലെങ്കിൽ റഷ്യൻ റൂളേഴ്സിനെയാണ് സാർ എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഓരോ റൂളേഴ്സിന്റെയും അല്ലെങ്കിൽ അവരുടെ പവർ, അവർക്ക് എത്രത്തോളം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഈ വളരെ ലൊക്കേഷൻ വൈസ് ഈ സെൻട്രൽ ഏഷ്യന്റെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ക്രോസ് റോഡ്സ് ആണ്. റഷ്യ, ചൈന, വെസ്റ്റ് ഏഷ്യ, യൂറോപ്പ് ക്രോസ് റോഡ്സ് ആണ്. അതിന്റെ കൂടെ ഇത് കൂടാണ്ട് ഈ നേരത്തെ പറഞ്ഞ മാതിരി മിനറൽ റിസോഴ്സസ് നല്ലപോലെ ഉണ്ട്, ഹൈഡ്രോ കാർബൺ ഉണ്ട്. അപ്പോൾ ഇതുവഴി ബിസിനസ് ഡെവലപ്മെന്റ് കൂടുതലാവുമ്പോൾ ആ സ്ഥലത്തിന് സ്ട്രാറ്റജിക് ലൊക്കേഷൻ അല്ലെങ്കിൽ വളരെ പ്രാധാന്യപ്പെട്ട ജോഗ്രഫിക്കലി സ്ട്രാറ്റജി ലൊക്കേഷൻ വളരെ സെൻട്രൽ ഏഷ്യക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്നു. കൂടാണ്ട് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വരുന്ന കൂടുതലായിട്ടുള്ള ദേഷ്യം അല്ലെങ്കിൽ ആങ്കർ അല്ലെങ്കിൽ റൈവലറി എന്തിനാ കാര്യം? ഗ്ലോബലായിട്ടും റീജിയണൽ പവേഴ്സും യുണൈറ്റഡ് സ്റ്റേറ്റ്സും റഷ്യ, ചൈന ഇവർക്കൊക്കെ ഇന്ത്യ, ഇതൊക്കെ പാകിസ്ഥാൻ, ഇതൊക്കെ പതുക്കെ ഒരു എന്താ പറയാ ഒരു എല്ലാവർക്കും ഇവിടുത്തെ ഓക്യുപ്പേഷനും അല്ലെങ്കിൽ ഇവിടെ അവരുടെ കൺട്രോളിൽ വരുത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അതിനാണ് ഞാൻ ഇന്യൂഗ്രേറ്റ് ഗെയിം എന്ന് പേരിട്ടിരിക്കുന്നത്. കാരണം ഇതിനെ ഈ എല്ലാ രാജ്യങ്ങളും പരസ്പരം എല്ലാ രാജ്യങ്ങളും നമ്മൾ നേരത്തെ കണ്ടിരുന്നു. US പാകിസ്ഥാനില് അഫ്ഗാനിസ്ഥാനില് അവര് ആംസ് ആൻഡ് അമ്യൂണിഷൻ സപ്ലൈ ചെയ്യുന്നു. അവർക്ക് അവരുടെ ബിസിനസ്സാണ്. അങ്ങനെ വന്ന് അവര് ഈ നേരത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ബിൻ ലാദൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മിലിറ്ററി ലീഡേഴ്സിനെ എൻകറേജ് ചെയ്യും. മിലിറ്ററി ലീഡേഴ്സിനെ എൻകറേജ് ചെയ്ത് വരുമ്പോഴത്തേക്കും
അവര് കുറെ കഴിയുമ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ കിട്ടും. അപ്പോ അമേരിക്കയ്ക്ക് എപ്പോഴാണോ WTC അവര് വന്ന് വേൾഡ് ട്രേഡ് സെന്റർ അറ്റാക്ക് ചെയ്യുന്നത്, അതുവരെ ടെററിസത്തിനെ പറ്റി അമേരിക്ക വലിയ കാര്യമായിട്ട് എടുത്തിരുന്നില്ല, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. കാരണം അവർ സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് അടി കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരും, അല്ലെങ്കിൽ ഇത് ടെററിസ്റ്റ് അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇസ്ലാമിക് ഫെയ്ത്തിലുള്ള ആൾക്കാരാണ് ഈ പ്രശ്നങ്ങൾ ചെയ്തെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യുന്നത് തെറ്റാണെന്ന് അവർ റിയലൈസ് ചെയ്യുന്നത് അവർക്ക് അടി കിട്ടിയ ശേഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു എല്ലാ രാജ്യക്കാർക്കും, വലിയ വലിയ എല്ലാ രാജ്യക്കാർക്കും ഈ ഭാഗങ്ങളിൽ കുറച്ച് താല്പര്യം കൂടുതലായി. ആ താല്പര്യത്തിനാണ് നമ്മൾ ഇവിടെ ഗെയിമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. നാറ്റോന്റെ പാർട്ട്ണർഷിപ്പും പീസ് പ്രോഗ്രാം ഇവിടെ വരുമ്പോ നമ്മൾ എന്താ കൊടുക്കണെന്ന് വെച്ചാല്, നമ്മള് സീ കൂടെ വരുതാണ്, അല്ലെങ്കിൽ ലാൻഡ് മാത്രമല്ല കടൽ മാർഗം വരുമ്പോ ട്രേഡ്, ട്രാൻസിറ്റ് റൂട്ട്, ഓയിൽ പൈപ്പ് ലൈൻ പാസ്, ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ ട്രാൻസിറ്റ് റൂട്ട് മിനിമൈസ് ചെയ്തിട്ട് റഷ്യ കൊണ്ടുവരുന്നത് നെയ്ബേഴ്സിന്റെ ചൈന, ജപ്പാൻ, കൊറിയ ട്രാൻസിറ്റ് റൂട്ട് കൂടെ മിനിമം ആയിട്ടുള്ള ഇൻഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നു. അതേമാതിരി തന്നെ ഏഷ്യൻ റിപ്പബ്ലിക്സിൽ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇൻവെസ്റ്റ്മെന്റ് അവനവന്റെ രാജ്യങ്ങളിൽ ഫോറിൻ കൺട്രികൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. അതേമാതിരി ടെക്നോളജി വേണം, ഡെവലപ്മെന്റിനും പുരോഗതിക്കും, അതേമാതിരി തന്നെ ഫ്രണ്ട്ഷിപ്പിനും. US-ഉം USSR-ഉം ബാലൻസ് ചെയ്ത് പോവാനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതേമാതിരി തന്നെ പിന്നെ നോക്കുമ്പോൾ നമ്മൾ നാറ്റോന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഈ നാറ്റോ ഉദ്ദേശിക്കുന്നത് മുഴുവനും പീസ് പ്രോഗ്രാംസ് ആണ്. എല്ലാ കൺട്രികളും, US-ഉം യൂറോപ്യൻ കൺട്രികളും എല്ലാം കൂടെ ചേർന്ന് ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കി. ആ കോർപ്പറേഷന്റെ പേരിനാണ് നാറ്റോസ്. ആ പാർട്ട്ണർഷിപ്പിന്റെ ഉദ്ദേശം വന്ന് എല്ലാവരും പീസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ള ഒരു അഭിപ്രായം. ഇനി എന്താണ് ഈ ടെററിസം തിയേറ്റർ? ഞാൻ നേരത്തെ പറഞ്ഞു ടെററിസം എന്താന്നുള്ള കാര്യം. അപ്പോ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കൻസിലും അഫ്ഗാനിസ്ഥാനും, കാരണം അഫ്ഗാനിസ്ഥാനില് മൗണ്ടൻ റേഞ്ചസ് ആണ്, ഭയങ്കര വലിയ കഷ്ടമുള്ള മൗണ്ടൻ റേഞ്ചസ് ആണ്. അത് മാത്രമല്ല അവിടെ ഗുഹകളുണ്ട്. ആ ഗുഹകളിൽ ഒളിച്ചിരുന്ന കണ്ടുപിടിക്കാൻ പറ്റില്ല. അമേരിക്കയുടെ ആർമികൾ വന്നാലോ അമേരിക്കന്റെ ഇന്റലിജൻസിനോ കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഹാർഡ് കോർ മൗണ്ടൻ റേഞ്ചസും ഗുഹകളുമാണ്. അപ്പോൾ ഇവർക്ക് ഹൈഡ് ഔട്ട് കിട്ടും, ഒളിച്ചിരിക്കാനുള്ള, ഈ ടെററിസ്റ്റിന് ഒളിച്ചിരിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടും. ടെറൈൻ അത്ര നല്ലതല്ല. അതുകൊണ്ടാണ് ഇവിടെ അത്രയും US ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഈ ടെററിസ്റ്റ് ഒക്കെ പിടിച്ചെടുക്കുന്നതും അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്തെടുക്കുന്നതും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ സെൻട്രൽ ഏഷ്യയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ ഒരു വാറിന്, ടെററിസ്റ്റിന് സപ്പോർട്ട് ചെയ്യുക, ടെററിസ്റ്റിന്റെ ഹൈഡ് ഔട്ട്സ് കൊടുക്കുക, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതേമാതിരി ഇറാനിയൻ ഇൻഫ്ലുവൻസ് വരും. അപ്പോൾ ഈ ടർക്കിഷ് സ്പീക്കിംഗ് ലാംഗ്വേജസ് കൂടുതലായിട്ടുള്ളതും സെൻട്രൽ ഏഷ്യയിലാണ്. ഇനി സ്ട്രാറ്റജിക് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ എന്താണ് ഇതിന്റെ പിന്നാലെ എന്ന് വെച്ചാൽ, ചൈനയും റഷ്യയും അവരുടെ ഇൻട്രസ്റ്റ് ഇവിടെ പ്രാബല്യത്തിൽ വരുത്തിക്കുന്നുണ്ട്. കാരണം ഷാൻഹായ് കോർപ്പറേഷൻ ഒന്നുണ്ടാക്കി, യുറേഷ്യൻ എക്കണോമിക് യൂണിയൻ ഉണ്ടാക്കി. ഇവരുടെ ഉദ്ദേശം എന്താ വെച്ചാൽ സെൻട്രൽ ഏഷ്യ അവരുടെ മെക്കാനിസത്തിനെയും അല്ലെങ്കിൽ ചൈനീസിന്റെയും റഷ്യയുടെയും ഒരു പോയിന്റ് ആയിട്ട് കൊണ്ടുവരണം. അതേമാതിരി തന്നെ ഇവർക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട്, റഷ്യക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് നിയർ റഷ്യ, നമ്മൾ സെൻട്രൽ ഏഷ്യ നോക്കുമ്പോൾ റഷ്യയാണ് വളരെ ക്ലോസ്, അതേമാതിരി തന്നെ ചൈനയും. അപ്പൊ ഇവരുടെ താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഇതിനെ മുൻനിർത്തിക്കൊണ്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവർക്ക് വേണ്ടത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതാണ് അതിന്റെ ഉദ്ദേശം. അത് കൂടാണ്ട് ബാക്കിയുള്ള പവർ ആരൊക്കെയാന്ന് വെച്ചാല് ടർക്കി, ഇറാൻ, പാകിസ്ഥാൻ, ഇവരും എല്ലാം, ഇതൊക്കെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവർക്ക് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള വിചാരങ്ങളും ഒരേ തരത്തിലെ ആഗ്രഹങ്ങളും ഉള്ള ആൾക്കാരായിരിക്കും. പിടിച്ചെടുക്കണം,
അല്ലെങ്കിൽ എൻ്റെ ആധിപത്യം നടത്തിക്കൊണ്ടു പോകണം, ഞങ്ങളാണ് വലിയ ആൾക്കാര്, അല്ലെങ്കിൽ ഞങ്ങളുടെ ചൊൽപ്പടിയിൽ എല്ലാം നിൽക്കണം. കാരണം ഇവിടെ മിനറൽ സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പൊ അത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ പവർഫുൾ ആകും എൻ്റെ കൺട്രോളിൽ വന്നു കഴിഞ്ഞാൽ. നമ്മള് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കുവൈറ്റ് അറ്റാക്ക് ചെയ്തല്ലോ. കുവൈറ്റ് അറ്റാക്ക് ചെയ്തിട്ട് പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുള്ള ഒരു അറ്റാക്കും. അത് അറ്റാക്ക് കഴിഞ്ഞ ശേഷം അങ്ങേരുടെ തിരിച്ച് വിഡ്രോയിൽ, അമേരിക്കയുടെ ഇന്റർഫിയറൻസ് കഴിച്ച് കുവൈറ്റിനെ സ്വാധീനിച്ചു കഴിഞ്ഞിട്ട് അവസാനം തിരിച്ചു പോകുന്ന സമയത്ത് അവര് 600 ഓയിൽ വെൽസിൽ തീ ഇട്ടിട്ടാണ് പോണത്. 6 മാസത്തോളം ഓയിൽ വെൽസ് നിന്ന് കത്തുകയാണ്. അപ്പൊ മനസ്സിലാക്കുക എത്രത്തോളം ആ ഓയിൽ വെൽസിന്റെ ഡെപ്പോസിറ്റ്സ് അവിടെയുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഓയിൽ കുറയട്ടെ എന്നുള്ള ലെവലിലാണ് കുവൈറ്റിൽ ഉള്ളവരൊക്കെ. ഞാൻ കുവൈറ്റിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് അറിയാൻ പറ്റുന്നത്. ഇതൊക്കെ നമ്മൾ പുക കാരണം വീടിന്റെ അകത്തേക്കൊക്കെ ഈ ഓയിൽ നിന്ന് കത്തുമ്പോൾ ഉള്ള പുകയും ജനല് വിൻഡറും ഒക്കെ നമ്മൾ കാർബൺ പേപ്പർ വെച്ച് ഒട്ടിക്കും. അപ്പോൾ ഈ പവർ പോകുന്ന പോക്കിൽ തീയിട്ട് പോവുക, അതൊക്കെ വളരെ മോശമായ ഒരു തരത്തിലുള്ള ഒരു ആക്ഷനാണ്. അതിന്റെ കാരണം ഈ മനസ്സിന്റെ അകത്ത് നന്മയില്ല എന്നുള്ളതാണ് അർത്ഥം, വേറൊന്നുമല്ല. അപ്പൊ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കും വേണ്ട. ആ കോമ്പറ്റീറ്റീവ് മനസ്സുകൊണ്ട് ഇങ്ങനെയൊക്കെ ദ്രോഹങ്ങൾ അല്ലെങ്കിൽ അടുത്ത രാജ്യത്തിന് ചെയ്യാൻ തോന്നുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. ഇനി ഇന്ത്യയും സെൻട്രൽ ഏഷ്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ, നമ്മളെ റിപ്പബ്ലിക് ആയത് 1990. ഇവിടെ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സും ഇന്ത്യയും വളരെ പ്രാധാന്യമായ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയാണ്. ഈ റിലേഷൻഷിപ്പിൽ നമ്മൾ ഫേസ് ചെയ്തത് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയാണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നില്ല അവരുമായിട്ട്, പക്ഷെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് വരുന്നത് എക്കണോമിക്സിലും പൊളിറ്റിക്സ്, കൊമേഴ്സിൽ, ബിസിനസ് എനർജി, ടൂറിസ്റ്റിന്റെ ലിങ്ക്, സെൻട്രൽ ഏഷ്യൻ. ഇങ്ങനെയാണ് നമ്മൾ ഏഷ്യൻ കൺട്രി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോയിക്കൊണ്ടുന്നത്. അഗസ്ബർട്ട് അഗ്രിമെന്റ്, ഈ അഗ്രിമെന്റ് പ്രകാരം ഓവർലാൻഡ് ട്രേഡ് ആ സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. ആ ഡിനയൽ സമ്മതിക്കാണ്ടിരിക്കുക, പാകിസ്ഥാൻ സമ്മതിക്കാണ്ടിരിക്കും. ആ വാർ ടൈമാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ടൈമിൽ. അപ്പോൾ ഈ ട്രീറ്റി കൂടെ നമ്മൾ ട്രേഡ് നടക്കണം, ടൈം കൺസ്യൂം ചെയ്യാണ്ടും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള റൂട്ട് എടുക്കാണ്ടും ചൈന വഴി അല്ലെങ്കിൽ നോർത്തേൺ യൂറോപ്പ് വഴി റഷ്യ വഴി പോണം. അപ്പൊ ഇന്ത്യ ഒരു അഭിപ്രായം പറയാണ്, ബ്രേക്ക് ത്രൂ കൊടുക്കുകയാണ്. അവിടെ ഡെവലപ്പിംഗ് ഇറാനിയൻ പോർട്ട് ചബാർ, അവിടെ ആ പോർട്ടിൽ കൂടെ ഇന്ത്യ ട്രേഡ് സെൻട്രൽ ഏഷ്യക്കും അഫ്ഗാനിസ്ഥാനും ബാക്കിയുള്ളവർക്കും റഷ്യക്കും ഇന്റർനാഷണൽ നോർത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ വഴി ഇന്ത്യ സൈൻ ചെയ്തു. ആ സൈൻ ചെയ്ത എഗ്രിമെന്റ് പ്രകാരം അവർക്ക് ബിസിനസ് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. ഇനി ബൈലാറ്ററൽ റിലേഷൻസ് നോക്കുമ്പോൾ, ബൈലാറ്ററൽ എന്ന് വെച്ചാൽ 2 കൺട്രികൾ തമ്മിലുള്ള റിലേഷൻ. നമ്മളുടെ ബൈലാറ്ററൽ റിലേഷൻഷിപ്പ് 1991 ആണ് തുടങ്ങുന്നത്. നമ്മൾ സമ്മിറ്റ് ലെവൽ മീറ്റിംഗ്സ് വെക്കുന്നു. അത് മാത്രമല്ലാണ്ട് മീറ്റിംഗ് മാത്രമല്ല, ഒഫീഷ്യൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ബിസിനസ് ആയാലും പൊളിറ്റിക്കൽ ആയാലും കൾച്ചറൽ ഡെലിഗേഷൻസ് പോകുന്നു, സയന്റിസ്റ്റ് പോകുന്നു, സ്കോളേഴ്സ് പോകുന്നു. 2 സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിസിറ്റ് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക, ചർച്ചകൾ ചെയ്യുക. അങ്ങനെ ആണ് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീരിയസ് മാറ്റർ എന്ന് പറയാനായിട്ട് നോക്കുമ്പോൾ, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ പറഞ്ഞ എല്ലാ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സും ആദ്യത്തെ പീരീഡിൽ, ആദ്യത്തെ ടേമിൽ, ജൂലൈ മാസം 2015 ഇതെല്ലാം കൂടെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും സബ്മിറ്റ് വെച്ചു. റഷ്യയിലാണ് സബ്മിറ്റ് വെച്ചിരിക്കുന്നത്. അവിടെ അറ്റൻഡ് ചെയ്യും. ഇവരെ നാഷണൽ ലീഡേഴ്സിനെ, അതായത് പ്രൊവിൻസ് ലീഡേഴ്സിനെ വിളിപ്പിച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഇന്ത്യയുടെ ഡിസിഷൻ മാർക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു എൻഗേജ്മെന്റ് സെൻട്രൽ ഏഷ്യനെ ഒന്ന് ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഒരു എഫേർട്ട് എടുക്കണം. ആനുവൽ സമ്മിറ്റ്, അതിന് റെഗുലർ പ്ലാറ്റ്ഫോം, റെഗുലറായിട്ട് ഒരു പ്രാവശ്യം മീറ്റ് ചെയ്തു കഴിഞ്ഞു എന്നല്ല, ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുക,
ഇടയ്ക്കിടയ്ക്ക് വരുന്ന നമ്മളുടെ മീറ്റിംഗ്സ് നടന്നതിന് ശേഷം നമ്മൾ ഓരോ ഡിസിഷൻസ് എടുക്കുന്നു. ആ ഡിസിഷൻസ് നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരുമ്പോഴും അതിന് ചേഞ്ചസ് അമെൻമെന്റ്സ് വേണമെങ്കിലും ഇങ്ങനെയുള്ള ബൈലാറ്ററും റീജിയണൽ മീറ്റിംഗ്സ് നടത്തി ഡിസ്കസ് ചെയ്ത് തീർക്കുക. SCO മെമ്പേഴ്സിന്റെ, അതായത് സോഷ്യൽ സെക്യൂരിറ്റി, ഡിഫൻസ്, എനർജി, ട്രേഡ്, ഇതൊക്കെയാണ് നമ്മൾ കാര്യമായിട്ട് ഇന്ത്യ നോക്കിയിട്ടുള്ളത്. സെൻട്രൽ ഏഷ്യൻ കൺട്രി ബിസിനസ്സുകാരുടെ കൂടെ റഷ്യയും ചൈനേനെയും കൂടെ കണക്ട് ചെയ്താണ് നമ്മൾ ഈ ബിസിനസ് ഒക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് ഓർഗനൈസേഷനാണ്. ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയാം, ഒരു സെക്യൂരിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയാം, ഇക്കണോമിക് ഗ്രൂപ്പ് എന്ന് പറയാം. ഇതിന്റെ മെമ്പേഴ്സ് ആരൊക്കെയാന്ന് വെച്ചാൽ ചൈന, കസഖസ്ഥാൻ, കർസ്തിക്കാൻ, റഷ്യ, തജിസ്ഥാൻ, ഉബൈസ്ഥാൻ, ഇന്ത്യ, പാകിസ്ഥാൻ. ഇവർ എല്ലാവരും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഇതിൽ ചെയ്യുന്നത്, ഒരു ഫോറം. അപ്പൊ ഇവിടെ നെഗോഷിയേഷൻസ് മുഴുവനും റഷ്യ ലീഡ് ചെയ്ത് പോകുന്ന യുറേഷ്യൻ ഇക്കോണമിക് യൂണിയൻ അതിനെ പ്രൊപ്പോസൽ വയ്ക്കുമ്പോൾ ആ ട്രേഡ്, ഫ്രീ ട്രേഡ്, ഇന്ത്യയും ഈ ഇക്കണോമിക് യുറേഷ്യൻ ഇക്കണോമിക് യൂണിയൻ തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് നടത്തിക്കൊണ്ടു പോകാൻ സമ്മതിക്കണം. അതേമാതിരി തന്നെ ഇവിടെ നമ്മൾ 183 മില്യൺ ഒരു ആനുവൽ GDP കൊടുക്കുന്നു. പിന്നെ അതിന് ശേഷം US-ന്റെ 5 ട്രില്യന്റെ GDP വരുന്ന ലെവലിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഇങ്ങനെ ബാക്കിയുള്ള മെമ്പേഴ്സ് ആയിട്ട് പിന്നാലെ വരുന്നത് അർമേനിയ, ബെലോറസ്, കസഖസ്ഥാൻ, ക്രിസ്ത്യൻ ആൻഡ് റഷ്യ. അപ്പൊ നമ്മളുടെ ഉദ്ദേശം നല്ലതാണ്. ഇന്ത്യയും ഇനി ഓരോന്നായിട്ടുള്ള റിലേഷൻഷിപ്പാണ് പോകുന്നത്. കുറച്ചുകൂടെ ഞാൻ സ്പീഡിൽ പോകും. അപ്പൊ ഈ ബേസിക് അഗ്രിമെന്റ്സ് എന്താന്ന് വെച്ചാൽ MOU സൈൻ ചെയ്യുക, MOU മ്യൂച്വൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യുക. എഗ്രിമെന്റ് പ്രകാരം ഇന്ത്യൻ മിനിസ്ട്രിയും എക്കണോമിക്കും ഉദ്ദേശിക്കുക. കൾച്ചറൽ കോപ്പറേഷൻ കൊണ്ടുവരിക. ഈ കൺട്രികൾ പരസ്പരം ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ചെയ്യുക. അതേമാതിരി കാഞ്ചഹാറിൽ ട്രെയിനിങ് കൊടുക്കുക. അത് അങ്ങനെയാണ് നടന്നത് 2015. ഇനി ഉബെക്കിസ്ഥാൻ റിലേഷൻഷിപ്പ് ബൈലാറ്റർ രണ്ടായിട്ട്, ഇന്ത്യയും ഉബെക്കിസ്ഥാനും. ഇവിടെ നമ്മൾ ലാർജ് എമൗണ്ട് പോപ്പുലേഷനും ടെറിട്ടറിയും വലിയതാണ്. അവരുമായിട്ടുള്ള ബോർഡേഴ്സ് ശരിക്കും കൊണ്ടുവരിക, അഫ്ഗാനിസ്ഥാൻ ബോർഡേഴ്സിലേക്ക് കൊണ്ടുവരിക, മൈനോറിറ്റി പോപ്പുലേഷൻ ഉള്ളവരൊക്കെ സമാധാനമായിട്ട് കൊണ്ടുപോവുക. ഉബെക്കിസ്ഥാൻ മീറ്റിംഗ്സ് നടത്തി സിറ്റുവേഷൻ അഫ്ഗാനിസ്ഥാനിലൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കുക. 3 ബൈലാറ്ററൽ അഗ്രിമെന്റ്സ് ആണ് ഇന്ത്യ സൈൻ ചെയ്തിട്ടുള്ളത്. ഫീൽഡ് ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം, ഫോറിൻ അഫയേഴ്സ്. 2014 വേറൊരു അഗ്രിമെന്റ് സൈൻ ചെയ്തു. 2000 മെട്രിക് ടൺസ് ഓഫ് യുറേനിയം നമ്മൾ മേടിക്കാൻ പറ്റില്ല, നമ്മൾ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ള ഒരു സിഗ്നേച്ചർ. ഇനി അടുത്തതായിട്ട് കസഖസ്ഥാൻ ബൈലാറ്ററൽ റിലേഷൻസിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് മുഴുവനും ട്രേഡ്, എനർജി, ഡിഫൻസ്, റെയിൽവേ, സെക്യൂരിറ്റി മെഷേഴ്സ്. ഇത് തമ്മിലുള്ള ഇന്ത്യയും അവരും തമ്മിലുള്ള ബന്ധത്തിൽ ഒപ്പുവയ്ക്കുന്നു. അതേമാതിരി അവരുടെ യുറേനിയം പ്രൊഡ്യൂസറാണ്, ഏറ്റവും കൂടുതൽ വേൾഡിലെ യുറേനിയം പ്രൊഡ്യൂസറാണ്. അപ്പൊ അവിടെ നിന്ന് സപ്ലൈ ചെയ്യാനും 5000 ടൺ യുറേനിയം 5000 ടൺ യുറേനിയം ഇന്ത്യക്ക് തരാം എന്നുള്ള 2015-19 അവർ സമ്മതിക്കുന്നു. 2 കൺട്രികളും തമ്മിൽ ഒരു ജോയിന്റ് സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. അതിൽ ഇന്ത്യയും യുറേഷ്യൻ ഇക്കോണമിയും ഒരു ഫ്രീ ട്രേഡിനുള്ള അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. ഇനി ടർക്കിഷ് ബൈലാറ്ററൽ റിലേഷൻസ് നോക്കുമ്പോൾ നമ്മൾ 2 നാച്ചുറൽ ഗ്യാസ് ഉണ്ട് ഇന്ത്യക്ക്. ഇതേമാതിരി കൺട്രികൾ അഗ്രിമെന്റ് ചെയ്യുകയാണ്. 10 ബില്യൺ ഗ്യാസ് പൈപ്പ് ലൈൻ പ്രോജക്റ്റ്. ഈ പൈപ്പ് ലൈൻ പ്രോജക്റ്റ് വഴി ഇന്ത്യ എക്സ്പെക്ട് ചെയ്യുന്നത് 13 BCM പെർ ആനം ഒരു 1800 കിലോമീറ്റർ പൈപ്പ് ലൈൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇവർക്ക് 7 സംബന്ധമാണ് ഉണ്ടാവുക. 7 സംബന്ധം കാര്യങ്ങൾ കോപ്പറേഷൻ കിട്ടും. ആ 7 ഏതൊക്കെയാന്ന് വെച്ചാൽ ഡിഫൻസില്, കെമിക്കല്, യൂത്ത് അഫയേഴ്സ്, സ്പോർട്സ്, ഫോറിൻ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, യോഗ ആൻഡ് ട്രഡീഷണൽ മെഡിസിൻ ആൻഡ് ടൂറിസം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു നല്ല വിധത്തിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യ തജിക്കിസ്ഥാൻ ബയലാറ്ററൽ റിലേഷൻസ് നോക്കുമ്പോൾ നമ്മൾ പറയുന്നത് മുഴുവൻ അവരുടെ കോപ്പറേഷനോട് കൂടി ടെററിസത്തിനെ നിർത്തുക, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന് ഒരു പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ആ ഒരിയിൽ നിന്നുള്ള ഒരു പ്രശ്നങ്ങൾ വരാണ്ടിരിക്കാൻ നോക്കുക. അഗ്രിമെന്റ്സ് സൈൻ ചെയ്തത്
കൾച്ചറും കോപ്പറേഷൻ ചെയ്യാൻ പറ്റും, കൾച്ചറിലും കമ്പ്യൂട്ടേഴ്സിലും അതർ ഫീൽഡ്സിലും. ഇനി സെക്യൂരിറ്റി കൺസേൺസ് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ റിലീജിയസ് ആയിട്ടുള്ള ടെററിസം, മതഭ്രാന്ത് അല്ലെങ്കിൽ മതപരമായ ടെററിസത്തിനെ നിർത്തണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേമാതിരി തന്നെ നമ്മൾ ഇന്ത്യയിൽ പറയുന്നത് അഫക്ട് ചെയ്യുന്ന ഏരിയകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ കാശ്മീർ, റഷ്യ, ചൈന, ഉസ്ബെക്കിസ്ഥാൻ ഏരിയ, ഫർഹാന വാലി. അപ്പൊ ഇവിടെ നമ്മൾ ഒരു സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുന്നതും ഇസ്ലാമിക് മിലിറ്റൻസ് ഉള്ളതും ഇവിടെ പ്രസിഡന്റ് ഇസ്ലാം ഗർബച്ചാവ് എക്സാമിന് അയാളെ കൊല ചെയ്യാൻ പാരമ്പര്യം ഉണ്ടെന്ന്, അതൊക്കെ ഒരു എസ്കേപ്പ് ഉണ്ടാകുന്നുണ്ട്. ആ എസ്കേപ്പ് 1999 ഫെബ്രുവരി നടത്തുന്നു. അത് കൊല്ലപ്പെട്ടില്ല, പക്ഷെ അതിൽ നിന്ന് പ്രസിഡന്റ് എസ്കേപ്പായി. ഇനി താലിബാൻ റൂൾ ടൈമില്, ആ താലിബാൻ റൂൾ ടൈമിലാണ് അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ കൺട്രോളിൽ വരുന്നു, അൽ ഖായിദയുടെ കൺട്രോളിൽ വരുന്നു. പാകിസ്ഥാൻ ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കാനും ട്രെയിനിങ് കൊടുക്കാനും, അതേമാതിരി അമേരിക്കൻ നമ്മുടെ സെൻട്രൽ ഏഷ്യൻ കൺട്രികൾ മുഴുവൻ അമേരിക്കന്റെ വാർ ഓൺ ടെററിസത്തിൽ ലോഞ്ച് ചെയ്തിട്ട് അത് എപ്പോഴാണ് വന്നു വെച്ചാൽ ടെററിസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞ ശേഷമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻവോൾവ് ആകാൻ തുടങ്ങിയത്. മിലിറ്ററി ബേസ് ഉണ്ടാക്കാനും അവരുടെ US-ന്റെ ഫോഴ്സസ് വരാനും അവിടെ താലിബാൻ മാറ്റാനും എല്ലാം ഒരു സംബന്ധത്തിൽ ഒപ്പിടുന്നത് 2001. ഇതിനുശേഷം ഇന്ത്യ വേറെ ഫോർമാറ്റ് ഗ്രൂപ്പ് ടെററിസം എടുക്കുന്നുണ്ട്, USA, റഷ്യ, ചൈന, കജകിസ്ഥാൻ ആൻഡ് താജിക്കിസ്ഥാൻ. ഇപ്പൊ ഈ ഡ്രഗ് ട്രാഫിക്കിംഗ്, ആംസ് ആൻഡ് അമ്യൂണിഷൻസ്, ഇതൊക്കെ സെക്യൂരിറ്റി ത്രെറ്റ് ഉള്ളതാണ് സെൻട്രൽ ഏഷ്യയില്. അതിലൊക്കെ നിർത്തണമെന്ന് ഇന്ത്യയുടെ അഭിപ്രായവും ഉണ്ട്. ഇതിനുശേഷം ഇക്കണോമിക് കോപ്പറേഷൻ വരുമ്പോൾ എക്കണോമിക്കലി നമ്മൾ ധനപരമായി ഏത് വിധത്തിൽ എൻഡോമെന്റ് ചെയ്യാൻ പറ്റും, ഹ്യൂമൻ റിസോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക, മാർക്കറ്റ്സ് പ്രൊമോട്ട് ചെയ്യുക, സെൻട്രൽ മെഷീനറി പ്രൊമോട്ട് ചെയ്യുക, ഫാർമസ്യൂട്ടിക്കൽ പ്രൊമോട്ട് ചെയ്യുക, ടീ ഇൻസ്ട്രുമെന്റ്സ്, റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുക. അതേമാതിരി തന്നെ സ്റ്റീല്, അയൺ സ്റ്റീല്, ഗോൾഡ്, സിൽവർ, ഫൈബറസ് മെറ്റീരിയൽസ്, ഇതൊക്കെ മാനേജർ ഷോർട്ട് ഉള്ള ഏരിയകളും സ്കിൽഡ് ലേബറേഴ്സിൽ കുറവാണെങ്കിലും അത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് വരുന്നത് സെൻട്രൽ ഏഷ്യൻ കൺട്രികളിൽ പ്രൊഫഷണൽ സ്കിൽസ്, മാൻ പവർ സഹായിക്കുക, ബാങ്കിങ്, ഇൻഷുറൻസ്, കൺസ്ട്രക്ഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇതിനൊക്കെ വേണ്ട സഹായ സഹകരണങ്ങൾ പരസ്പരം കൊടുക്കാൻ സഹായിക്കുക. ഇനി മേജർ ഏരിയാസ്, കോർപ്പറേഷന്റെ മേജർ ഏരിയാസ് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് എനർജി കൺസ്യൂമർ ആണ് ഇന്ത്യ, അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. പിന്നെ 3/4 പെട്രോളിയം പ്രോഡക്ട്സ്, സെൻട്രൽ ഏഷ്യൻ കാസ്പിയൻ ഏരിയയിൽ ഒരുപാട് ഓയിൽ സപ്പോർട്ട് ഉണ്ട്, നാച്ചുറൽ ഗബോസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് ONGC ഇൻവോൾവ് ആവുന്നു, ഇന്ത്യയുടെ ONGC ഇൻവോൾവ് ആവുന്നു ഓയിൽ ഡർക്കാനിലും അതേമാതിരി എക്സ്പ്ലോറേഷൻ ബ്ലോക്സിലും കാസ്പിയൻ സീയിലും ഒക്കെ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മളുടെ അസിമോള ആൻഡ് കസ്കാസി നാച്ചുറൽ ഗ്യാസ് ഫീൽഡ്സിലും ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൺസിഡറബിൾ നാച്ചുറൽ ഗ്യാസ് റിസർവ്സും ഇന്ത്യ ഒരു പൈപ്പ് ലൈൻ ഉണ്ടാക്കുകയും അഫ്ഗാനിസ്ഥാൻ വഴിയും പാകിസ്ഥാൻ വഴിയും ഇന്ത്യക്ക് വേണ്ട ഒരു പൈപ്പ് ലൈൻ ഉണ്ടാക്കി അതുവഴി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി ഹൈഡൽ എനർജി, ഹൈഡ്രോ ലെവലില് ഹൈഡ്രൽ പവറിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ പ്രോഗ്രാംസ് ഹൈഡ്രൽ പവർ യൂണിയൻ ചെറുതും വലുതുമായ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ത്യയും ഫൈനാൻസും ടെക്നോളജിയിലും സപ്പോർട്ട് ചെയ്ത് ഈ ഹൈഡ്രൽ എനർജിക്ക് സപ്പോർട്ട് ചെയ്യുന്നു. അതേമാതിരി തന്നെ അനദർ ആയിട്ട് നമ്മൾ വളരെ ഫാർമസ്യൂട്ടിക്കൽസിലും ഒക്കെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ലുപ്റ്റൻ നമ്മളുടെ പലവിധ കമ്പനികൾ അവിടെ പോയി ഇൻവെസ്റ്റ്മെന്റും ചെയ്തു വരുന്നത്, ഹെൽത്ത് കെയറിലും ഇൻവെസ്റ്റ്മെന്റ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ IT ട്രെയിനിങ് എഗ്രിമെന്റ് കൊടുക്കുന്നുണ്ട്, മെമ്മോറാണ്ടം സൈൻ ചെയ്ത് എഡ്യൂക്കെയറിൽ കൊടുക്കുന്നുണ്ട്, ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷനിലും കൊടുക്കുന്നുണ്ട്, കൺസർവേഷൻസും ഓയിൽ എൻവയറമെന്റ് കൺസർവേഷൻസിലും നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇനി കൾച്ചറൽ റിലേഷൻസിലും ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയതുകൊണ്ട് ഇസ്ലാം ആയതുകൊണ്ടും നമ്മളുടെ എല്ലാവിധ സപ്പോർട്ടും നമ്മൾക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട് ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിൽ കൂടെ. ഇനി സ്കോളർഷിപ്പ്, എഡ്യൂക്കേഷന് നല്ല വിധത്തിൽ കുട്ടികൾ വന്ന് പഠിക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നു. അതേമാതിരി അവരുടെ പ്രോജക്ട്സും നമ്മൾ സപ്പോർട്ട് ചെയ്ത് ടെക്സ്റ്റൈൽസിലേക്കും ടൂറിസം ഒക്കെ കൊണ്ടുപോകുന്നു. ഇതേമാതിരി എക്കണോമിക് കോപ്പറേഷൻ വരുന്നിടത്ത് മുഴുവനും നമ്മൾ വളരെ കാര്യമായിട്ട് കറൻസിനെ പറ്റിയും അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അതേമാതിരി ഇന്ത്യൻ കറൻസിയുടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അത് പിന്നെ
വെസ്റ്റ് ഏഷ്യന്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപാട് വെസ്റ്റ് ഏഷ്യൻ കൺട്രികളുണ്ട്. ഹിസ്റ്ററി ഈജിപ്ഷ്യൻ മെസപ്പൊട്ടേമിയൻ ആണ്. ഇതിൽ നമ്മൾ ഒട്ടോമൻ പവറിലാണ് പോകുന്നത്. 2019 മുതൽ പോവുകയാണ്. വാറും കോൺഫ്ലിക്ട്സും വെസ്റ്റ് ഏഷ്യയിൽ ഒരുപാടുണ്ട്. ആ ഒരുപാട് കൂടെ ടർക്കി, ഇറാൻ, അറബ് സ്പ്രെഡ് ചെയ്യുന്ന കിടക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കാര്യമായിട്ട് റൈവലറീസിന് വരാനുള്ള സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള നോൺ അലൈൻമെന്റ് മുഖാന്തരമാണ് നമ്മൾ സോൾവ് ചെയ്തത്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് വരുമ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയും ഒപ്പം സപ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ളവർക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തു വന്നിട്ടുണ്ട്. എൻഡ് ഓഫ് കോൾഡ് വാർ വന്നതിന് ശേഷമാണ് വെസ്റ്റ് ഏഷ്യയിൽ ഈ പ്രശ്നങ്ങൾ വന്നത്. ഇൻവേഷൻ, ഇറാഖിന്റെ അറ്റാക്ക്, അത് കഴിഞ്ഞിട്ട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള അറ്റാക്ക് വരുന്നു. ഇനി കോൾഡ് വാറിന് ശേഷം വെസ്റ്റ് ഏഷ്യയിൽ എന്തൊക്കെയാ ചേഞ്ചസ് വന്നത്? സെക്ടേറിയൻ ഗവൺമെന്റ്, എക്സ്ട്രാ റീജിയണൽ ആയിട്ടുള്ള ഗവൺമെന്റ് മാറ്റി റെഷീംസ് മാറ്റി കൊണ്ടുവരാണ്. ഇനി മൾട്ടിപ്പിൾ ഫോൾട്ട് ആയിട്ട് വരുന്നത് വെസ്റ്റ് ഏഷ്യയിൽ അലസ്റ്റീൻ ഓരോ ഗ്രൂപ്പ്, അറബ് ഗ്രൂപ്പ്, ഇതിന്റെ കോൺഫ്ലിക്ട്സ് ഒക്കെ ലാർജ് സ്കെയിലാണ്. ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥിരതയില്ലായ്ക. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയുടെ സെക്യൂരിറ്റി നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. യൂത്തിന്റെ അവരുടെ യൂത്ത് പോപ്പുലേഷനെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നല്ല വിധത്തിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നു. പിന്നെ അറബ് സ്പ്രിങ്ങിലും നമ്മൾ മാക്സിമം അവരുടെ ബ്ലൂം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ചേഞ്ചസ് വരുത്തി കൊണ്ടുവരികയും അതിൽ കൂടി ആൾക്കാർക്കുള്ള ഭയം മാറ്റി കൊടുക്കുകയും ചെയ്യുന്നു. ഇന്ത്യയും വെസ്റ്റ് ഏഷ്യയും വളരെ നെയ്ബർഹുഡായിട്ട് പോയിക്കൊണ്ടിരുന്ന് നമ്മൾ സഹായ സഹകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇക്കണോമിക് ഹെൽപ്പും ഹെൽത്തും രണ്ട് വിധത്തിലും പരസ്പരം നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ സേഫ്റ്റിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. ജിഹാദ് എന്ന് പറയുന്ന ഈ ഇസ്ലാമിക് ജിഹാദാണ്. പോപ്പുലേഷൻ നമ്മുടെ കാശ്മീരിൽ വന്നു, അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. ട്രേഡ് റിലേഷൻസ് വളരെ ഹൈഡ്രോ കാർബൺ കൊണ്ടുവന്നു, അതിനെ ബിസിനസ്സിൽ യൂട്ടിലൈസ് ചെയ്ത് കമ്പനികൾ കൂട്ടി. ഇന്റർനാഷണൽ ട്രേഡും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പേർഷ്യ ഗൾഫ് വാറില്, അതേമാതിരി തന്നെ സ്യൂസ് കനാല്, എയർ ട്രാൻസ്പോർട്ട് ഇംപ്രൂവ് ചെയ്തു, ഇന്ററാക്ഷൻ കൂടുതലാക്കി. ലുക്ക് വെസ്റ്റ് പോളിസി എന്ന് പറയുമ്പോൾ 21ാം നൂറ്റാണ്ടിലാണ് വെസ്റ്റ് നോക്കി നന്നാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇനി ഗ്ലോബൽ എനർജി മാർക്കറ്റിലേക്ക് വഴി നമ്മൾ വെസ്റ്റ് ഓയിലിന്റെ ഗ്യാസ്, അവരുടെ ഗ്ലോബൽ എനർജി മാർക്കറ്റ്, ഇക്കണോമിക് ബെനിഫിറ്റ് യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ ചെയ്ത് നന്നാക്കാന്നാണ് GCC പ്രോഗ്രാമിൽ പറഞ്ഞത്. GCCയുടെ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തു. ഗൾഫ് കൺസിഡർ ചെയ്തു. ഫോർത്ത് ആയിട്ട് അവരുടെ റിലീജിയസ് പ്രോബ്ലംസ് മാറ്റിക്കൊടുത്തു. GCC കൺട്രീസും ഇന്ത്യ ആയിട്ട് സെക്യൂരിറ്റി പോയി സൈൻ ചെയ്തു, അല്ലെങ്കിൽ മിനിസ്റ്റീരിയൽ ലെവലിൽ കോർപ്പറേഷൻ നടത്തി. ലാൻഡ്മാർക്ക് ഇന്ത്യയുടെ പോളിസിയിൽ വരുമ്പോൾ അറബ് ഇസ്രായേലി കോൺഫ്ലിക്റ്റിൽ ഇന്റർഫിയർ ചെയ്തു. PLO പാലസ്റ്റീൻ പ്രോബ്ലത്തിൽ ഇന്റർഫിയർ ചെയ്തു. ഡൽഹിയിൽ നമ്മൾ പുതിയതായിട്ട് സംഭവിച്ചു. അതേമാതിരി തന്നെ ഓഫീസ് ഗാസയിൽ ജൂൺ ജൂലൈയിൽ 96 ഓപ്പൺ ചെയ്തു. പാലസ്റ്റൈൻ ലീഡർഷിപ്പിനെ നമ്മൾ അപ്രൂവ് ചെയ്യും. അതേമാതിരി തന്നെ ഇവിടെ ISR സ്കീമും ട്രെയിനിങ് ഒക്കെ കൊടുക്കാനുള്ള പ്രോഗ്രാംസും കൊണ്ടുവരുന്നു. ഇസ്രായേലിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അതിനുശേഷം ഇസ്രായേൽ ആർംസ് ആൻഡ് അമ്യൂണിഷൻസ് സെയിൽ, മിസൈൽസും ടാങ്ക്സും മിലിറ്ററി ഡിഫൻസ് കൊണ്ടുവന്ന് അതൊക്കെ മേടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ക്ലിയറൻസ് കൊടുക്കാനും ഒക്കെ നമ്മൾ അതേമാതിരി. പിന്നെ അതുകൂടാണ്ട് അഗ്രികൾച്ചർ ലെവല്, ടെക്നോളജി, സയൻസ്, ലാൻഡ് ഫാമിംഗ്, കൾട്ടിവേഷൻ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജൂയിഷ് സ്റ്റേറ്റ് ഇസ്രായേലിനെ ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം അവർക്ക് വേണ്ട കോപ്പറേഷൻസ് ഒക്കെ കൊടുത്ത് അവരെ മേലെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇനി ഇറാനും US തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ തലയിട്ടിട്ട് ഇന്ത്യയുടെ മോസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള ട്രാൻസിറ്റ് ഓപ്ഷൻ കൊടുത്ത് അവരെ റഷ്യയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊടുക്കുന്നു. ഗൾഫ് ഓപ്പറേഷനിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും ഷിയാർ ഇസ്ലാം കൺട്രികളിലും നമ്മൾ കോപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത യൂണിറ്റിൽ നമ്മൾ പോകുന്നത് ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയുമാണ്. അത് ഞാൻ ഇത്തിരി കൂടെ സ്പീഡിൽ പോകുന്നതായിരിക്കും. ഈ മാനിഫെസ്റ്റോ ഇവിടെ നമ്മൾ വളരെ കാര്യമായിട്ട് ഇന്ത്യയും ലീഡിംഗ് പവേഴ്സ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആഫ്രിക്കൻ കൺട്രിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി കൂടുതലായിട്ട് പരാമർശിക്കാം. ആഫ്രിക്കൻ കൺട്രികളിൽ വരുമ്പോഴത്തേക്കും സോഷ്യൽ കൾച്ചറൽ, ലിംഗൽ കൾച്ചർ, പിന്നെ അവിടെ താമസിക്കുന്ന NRIs, സോളിഡാരിറ്റിയിലും റേസിസം
ഇതിലൊക്കെ അപ്പാർത്തൈഡ് ആയിട്ടുള്ള നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് വഴി നമ്മൾ അത് അലൈൻമെന്റ് മൂവ്മെന്റ് വഴി നമ്മൾ അനുഭവിച്ചത് കൊണ്ട് നമ്മൾ അവർക്ക് സപ്പോർട്ട് ചെയ്തു. വേൾഡ് പോപ്പുലേഷനിലെ ഏറ്റവും കൂടുതൽ വേൾഡ് പോപ്പുലേഷൻ ഉള്ളത് ആഫ്രിക്കയിലാണ്. അപ്പൊ അതിന് വേണ്ട റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ്, ഓയിലും മിനറലും ഒക്കെ അവിടെ ഉണ്ടെങ്കിലും ജോബ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതേമാതിരി തന്നെ അവരുടെ മൊമെന്റ് സ്റ്റെബിലിറ്റി, എക്കണോമിക്കൽ ആൻഡ് സ്റ്റെബിലിറ്റി ഇന്ത്യ ഭയങ്കരമായിട്ട് ആഫ്രിക്കനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാൻ ആഫ്രിക്കൻ വർക്കില് ആഫ്രിക്കൻസിനെ ട്രെയിൻ ചെയ്തു. ഇന്ത്യയില് എഡ്യൂക്കേഷന് വരാനും സൗകര്യം കൊടുത്തു. അവർക്ക് ആഫ്രിക്കൻ 48 കൺട്രികൾക്ക് ന്യൂ ഹൈവേയില് നാഷണൽ കണക്ടിവിറ്റി, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇതൊക്കെ കൊണ്ടിരിക്കാനും, അതേമാതിരി തന്നെ ഇന്ത്യയുടെ എന്താ പറയാ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആഫ്രിക്കയിൽ നടത്തി ടൂറിസം ഇംപ്രൂവ് ചെയ്യിച്ചു. അപ്പോൾ ടൂറിസം ഇംപ്രൂവ് ചെയ്യിച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കുറച്ചുകൂടെ ഡെവലപ്മെന്റ് വരും. ആഫ്രിക്ക ഡാർക്ക് കോണ്ടിനെന്റ് എന്നല്ല വിളിച്ചിരുന്നത്. അപ്പൊ നമ്മൾ വേണ്ട വിധത്തിൽ അവരെ സഹായിച്ചിട്ടുണ്ട്. ഇനി തേർഡ് ആഫ്രിക്കൻ ഫോറം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ കൂടെ നമ്മൾ ടെക്നിക്കൽ കോപ്പറേഷൻ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ആഫ്രിക്കൻ യൂണിയൻ കൊണ്ടുവന്ന് 54 മെമ്പേഴ്സിനെ കൊണ്ടുവന്ന് സമ്മിറ്റ് ഫോം കൊണ്ടുവരികയും പവർഫുൾ ആയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്ത്, നരേന്ദ്രമോദി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ 2 രാജ്യങ്ങളെയും. ഇനി എക്കണോമിക് വ്യൂല് നോക്കുമ്പോൾ ഇതില് എന്താ വരുന്നത് വെച്ചാൽ നമ്മൾ റിസർവോയേഴ്സ് ആണ്. അവർക്ക് ഒരുപാട് മിനറൽസ് ഉണ്ട്, മെറ്റീരിയൽ, ഗോൾഡ് ഉണ്ട്, ഡയമണ്ട് ഉണ്ട്. ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് മൈനിങ്ങില്, അഗ്രികൾച്ചറൽ, ഫോറസ്ട്രിയില്, അതേമാതിരി ഫുഡ് സെക്യൂരിറ്റിയില്, അതേമാതിരി തന്നെ ആഫ്രിക്കയുടെ ലാൻഡ് ഡെഫിസിറ്റും ഇന്ത്യ വളരെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ക്രോപ്സും എക്സ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഹാർഡ് ആൻഡ് സോഫ്റ്റ് പവർ എന്ന് പറയുന്നത്, ഇവിടെ പറയുന്നത് 55 ആഫ്രിക്കൻ നേഷൻസ് ഉണ്ട്. ഇതിൽ കൂടെ UN നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു, UN-ലേക്ക്. അതേമാതിരി തന്നെ ഇന്ത്യക്ക് പവറാണ്, ഹാർഡ് ആൻഡ് പവർ എന്ന് പറയുന്നത് നമ്മൾ ടെക്നോളജിയാണ്. പീസ് ആൻഡ് സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട്, കൂടാണ്ട് ടെക്നോളജി ഡെവലപ്മെന്റ് കൊടുക്കുക, ആൾക്കാരെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രോഗ്രാംസിന് ട്രെയിനിങ് കൊടുക്കുക. ആഫ്രിക്കൻ സോളിഡാരിറ്റി കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇവിടെ അവർക്ക് സപ്പോർട്ട് 1970 തൊട്ട് 90 വരെ വളരെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഫോറിൻ പോളിസിയിലെ ഇന്ത്യ ആഫ്രിക്കൻ റിലേഷൻഷിപ്പില്. അതേമാതിരി തന്നെ റേസിസത്തിലും അപ്പാർത്തൈഡ് റെഷ്യൂമിലും ലിബറലൈസേഷൻ കൊടുത്ത് 90-ല് ഇക്കണോമിക് ലിബറലൈസേഷൻ കൊടുത്ത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത പോളിസികൾ ഇതൊക്കെയാണ്: പാൻ അമേരിക്കൻ ലെവല് പാർട്ട്ണർഷിപ്പ്, ഡെവലപ്മെന്റ്, ബൈലാറ്ററൽ ഇഷ്യൂസ്, കമ്മ്യൂണിറ്റീസിനെയും ഇന്ത്യന്റെ വിദേശ നർമ്മങ്ങളും. ഇനി ഗുജറാത്തിൽ വെച്ച് മീറ്റിംഗ് നടത്തി, ഇവർക്ക് വേണ്ടിയിട്ട് ഗുജറാത്തിൽ മീറ്റിംഗ് നടത്തി. മീറ്റിംഗിൽ ഇവിടെ ബൈലാറ്ററൽ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്തു, ലാറ്ററൽ ഐഡിയാസ് ഡിസ്കസ് ചെയ്തു. ഇവിടെ ഒരു സമ്മിറ്റ്, ആഫ്രിക്കൻ സമ്മിറ്റ് കൊടുത്തു 2008-ൽ. അതിനുശേഷം കൂടുതൽ കൺസെഷൻസ് ആഫ്രിക്കൻ കൺട്രീസിന് കൊടുത്തു. ട്രേഡ് റിലേഷനും വളരെ കാര്യമായിട്ട് നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. മൊറീഷ്യസിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ ന്യൂഡൽഹിയിലെ ഗവൺമെന്റ് ഗ്രാന്റ് കൊടുക്കാനുള്ള അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. അതേമാതിരി താൻസാനിയ, ബാക്കിയുള്ള കൺട്രിയിലെ നമ്മൾ സപ്പോർട്ട് ചെയ്യാണ്. പിന്നെ വരുന്നത് കൊളാബറേഷൻ, എനർജി, റിന്യൂവബിൾ എനർജി ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു. ഇന്ത്യയുടെ അറബിക് നേഷൻസിന്, ആഫ്രിക്കൻ നേഷൻസിന് സപ്പോർട്ട് ചെയ്തു ഇന്ത്യ മാക്സിമം. ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടർ, ക്രൂഡ് ഓയിൽ അവിടെ നിന്ന് കൊണ്ടുവരിക. അപ്പോൾ ഈ 26% ഇന്ത്യയുടെ ടോട്ടൽ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടർ ആണ് ഈ ഗൾഫ് ഓഫ് ഖനിയിൽ നിന്നും. അതേമാതിരി തന്നെ ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയും ഗൾഫിൽ നിന്ന്. അപ്പൊ ഈ വിധത്തിൽ നമ്മൾ അവർക്ക് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലാർജസ്റ്റ് ഓയിൽ റിഫൈനർ ആണ്, ഡബിൾ ചെയ്ത് കൊടുത്തു നൈജീരിയയില്. ബാരൽ 60,000 ബാരലാണ് ഡേക്ക് വരുന്നത്, അത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം. അതേമാതിരി തന്നെ നൈജീരിയയിലെ 2 ഓയിൽ വെൽസ് സ്ഥാപിക്കുന്നു. നാഷണൽ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്, NDA ഗവൺമെന്റ് ആദ്യകാലത്ത് ഹ്യൂമൻ റൈറ്റ്സ് സൈൻ ചെയ്യുന്നുണ്ട്. ആൾക്കാർക്ക് ഓയിൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സുഡാനിലുള്ളവർക്കൊക്കെ ഇപ്പോഴും ആൾക്കാർ നിറയെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പോകുന്നുണ്ട്. സെക്യൂരിറ്റി ഇഷ്യൂസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഓഷ്യനും ആഫ്രിക്കൻ കൺട്രിയുമായിട്ടുള്ള നൈറോബിയ എല്ലാം സൈനിങ് മെമ്മോറണ്ടം സൈൻ ചെയ്ത് എല്ലാ വിധത്തിലും കോപ്പറേഷൻ കൊടുത്തു. ടെററിസം, റാഡിക്കലിസം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. സൈബർ സെക്യൂരിറ്റി,
നാർക്കോട്ടിക്, അതേമാതിരി ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഇതെല്ലാം രണ്ടുപേരും പരസ്പരം എഗ്രി ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ പ്രൈം മിനിസ്റ്റർ മോഡി പ്രപ്പോസ് ചെയ്തത് തന്നെ ഒരു ഡിഫൻസ് കോപ്പറേഷൻ ഇൻ ജോയിന്റ് മാനുഫാക്ചറിംഗിൽ കൊണ്ടുപോയി എഡ്യൂക്കേഷൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റും ഉണ്ടാക്കി ഡൊമസ്റ്റിക് നോട്ട്സും കൊടുത്ത് അവരുടെ കാര്യങ്ങളെല്ലാം റീജിയണലും ഗ്ലോബൽ ലെവലിലുള്ള ഡിമാൻഡ് സപ്പോർട്ട് ചെയ്യുക. അടുത്തതായിട്ട് വരുന്നത് ഇന്ത്യൻ ലാറ്റിൻ അമേരിക്കൻ റിലേഷൻ ആണ്. അപ്പൊ ലാറ്റിൻ അമേരിക്കൻ ലിബറലൈസേഷൻ വരുമ്പോഴത്തേക്കും എക്കണോമിക് ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും കൂടെ കൂട്ടിയെടുത്ത് ഈ രണ്ട് റീജിയൻസിനെയും നമ്മൾ കൊണ്ടുവരാൻ, ലാറ്റിൻ അമേരിക്ക എന്ന് പറയുമ്പോഴത്തേക്കും കരീബിയൻ റീജിയൻ ആണ്. അവിടെ ഇത് രണ്ടും കൂടെ കോംപ്ലിമെന്റ് ചെയ്ത് എനർജിയും അവർ പാരാനോട്ടിക്കൽസ് ഇതില് ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കൻ മോഡലിൽ കൊണ്ടുവരികയും ലാറ്റിൻ അമേരിക്കൻസിന് അവരുടെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്ത് വളരെ കാര്യമായിട്ട് 1961 മെക്സിക്കോയില്. പക്ഷെ അങ്ങേരുടെ നെഹ്റുവിന്റെ പ്രൈം മിനിസ്റ്റർ നെഹ്റുവിന്റെ വിസിറ്റ് അത്രയും പ്രോഗ്രസീവ് ആയില്ല. പക്ഷെ അങ്ങേർക്ക് ശേഷം വന്ന ഇന്ദിരാഗാന്ധിയുടെ വിസിറ്റ് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരുന്നു അവർക്ക്. എന്നിട്ട് അവരുടെ യൂസ്ഫുൾ ആയിട്ടുള്ള വിസിറ്റ് ആയിരുന്നു. സംസാരവും അല്ലെങ്കിൽ ഇന്ത്യൻ ഡിപ്ലോമസി കുറച്ചുകൂടെ ബെറ്റർ ആയി റീജിയനിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ വോയേജിനെ, അതായത് ഇന്ദിരാഗാന്ധിയുടെ വിസിറ്റ് മെക്സിക്കൻ വോയേജ് ഓഫ് ഡിസ്കവറി എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇന്ത്യൻ ലാറ്റിൻ അമേരിക്കൻ കൺട്രികൾ തമ്മിലുള്ള ബൈലാറ്ററൽ ഫോംസിലും UN-ലും G7-ലും വളരെ ഉണ്ട്. ഇന്ത്യയും ലാറ്റിൻ അമേരിക്കൻ കൺട്രികളും LAC എന്ന് പറയാം. അതൊരു ഡെവലപ്പിംഗ് നേഷൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും ഡെവലപ്പിംഗ് നേഷനാണ്. അപ്പൊ രണ്ടും ഒരേ മാതിരിയുള്ള ലെവലില് കോപ്പറേഷനിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് കൂടാണ്ട് നമ്മളുടെ റീഫോർമേഷൻ കാരണം ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വേൾഡ് ബാങ്കിന്റെ സപ്പോർട്ട്, ഗ്ലോബൽ ഗവർണൻസിന്റെ സപ്പോർട്ട്, യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി, ഇതൊക്കെ ഡെവലപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രികൾക്ക് വേണ്ടിയിട്ടുള്ള ഫോംസിന്റെയും അതേമാതിരി അവർക്ക് പറ്റി ഇന്റർനാഷണൽ ലെവലിൽ എടുത്തു പറയാൻ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഫോക്കസ് LAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യൻ മിനിസ്ട്രി അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ആ അവരുടെ കോമേഴ്സ് അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ടെക്നിക്സിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ആദ്യം അവരുടെ ഓർഗനൈസേഷൻസ് ഒക്കെ ഒന്ന് ശരിയാക്കി, എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ഉണ്ടാക്കി, ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഉണ്ടാക്കി, ബാങ്ക്സ് ഉണ്ടാക്കി, ട്രേഡ് പ്രൊമോഷൻ എഫേർട്സ് എടുത്തു കൊടുത്തു, ഗ്രാന്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് കൊടുക്കുക, ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് ഇൻസെന്റീവ് കൊടുക്കുക. അതായത് അവരെ ഇന്ത്യൻ എക്സ്പോർട്ടിനെ കുറച്ച് പ്രാധാന്യം കൊടുത്തു. അല്ലെങ്കിൽ ഇൻസെന്റീവ് എന്ന് പറയുമ്പോൾ ബിസിനസ് കൂടുതലാക്കാനുള്ള ഒരു സംരംഭമാണ്. അത് മാത്രമല്ല പ്രൊമോഷൻ മെഷേഴ്സ് എന്തൊക്കെ പുതിയതായിട്ട് എക്സ്പോർട്ട് ചെയ്യാമോ അതും കൊണ്ടുവച്ചു. കൂടാണ്ട് ലാറ്റിൻ അമേരിക്കൻ റീജിയനിൽ അവരുടെ മേജർ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അവരുടെ ബിസിനസ്, അതായത് അവരുടെ ഇന്ത്യൻ എക്സ്പോർട്സ്, നമ്മൾ അവർക്ക് കൊടുത്തിരുന്ന എക്സ്പോർട്സ് ചെയ്തിരുന്നത് ടെക്സ്റ്റൈൽസിൽ. ഈ ടെക്സ്റ്റൈൽസിൽ റെഡിമെയ്ഡ് ഗാർമെന്റ്സും ഉണ്ട്, കാർപ്പറ്റ്സ് ഉണ്ട്, ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ട്, എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉണ്ട്, കെമിക്കൽ പ്രോഡക്ട്സ് ഉണ്ട്, ഡ്രഗ്സ് ഉണ്ട്, ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പൊ നമ്മളുടെ റിലേഷൻഷിപ്പിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. ബിസിനസ്സിനെ, എക്സ്പോർട്ടിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചിട്ട് അവർക്കുള്ള എക്കോണമി ഇംപ്രൂവ് ചെയ്യാനായിട്ടും വരുന്നു. ഇനി പ്രിഫറൻഷ്യൽ ട്രേഡ് എന്ന് പറയുമ്പോഴത്തേക്കും അഗ്രിമെന്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. പ്രിഫറൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള സിഗ്നേച്ചർ വരികയാണ്. ഈ സിഗ്നേച്ചർ പ്രിഫറൻഷ്യൽ ട്രേഡ് അവരെടുക്കുന്നത് മെർക്കോസർ ആൻഡ് ചിലിയിലാണ്. ഇവിടെ നമ്മൾ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? IT, മൈനിങ്, അഗ്രോകെമിക്കൽ, മാനുഫാക്ചറിങ്, എനർജി, ഫാർമസ്യൂട്ടിക്കൽസ്. നമ്മളുടെ ഈ പറഞ്ഞ വിപ്രോ, ഇൻഫോസിസ്, മഹേന്ദ്ര, കഡീലിയ ഇവരൊക്കെ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാണ്. നമ്മളുടെ കമ്പനിയിൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. മെക്സിക്കോയില്, ബ്രസീലിൽ നേരത്തെ ഞാൻ പറഞ്ഞു ടെക് മഹേന്ദ്ര, ഡോക്ടർ റെഡ്ഡി, വിപ്രോ, സൺ ഫാർമ ഇപ്പൊ മെക്സിക്കോയിലുണ്ട്. മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര, ടാറ്റ പ്രോഡക്ട്സ്, മാരുതി, സുസുക്കി, ഗോദ്രേജ് ഇപ്പൊ ചിലിയിലുണ്ട്. ഇപ്പൊ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്
അത്രത്തോളം ഇന്ത്യൻ ഇൻവെസ്റ്റ്മെന്റ് ആ റീജിയനിൽ തന്നെ $15 ബില്യൺ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മള് വേണ്ട വിധത്തിൽ സഹായം, നമ്മളെ കൊണ്ടാവുന്ന സഹായം നമ്മൾ കൊടുക്കുന്നുണ്ട്. ട്രേഡ് ഗ്രോത്തും അതേമാതിരി തന്നെ ബിസിനസ് ഡെവലപ്പ് ആക്കി കൊണ്ടുവരുന്നു. നമ്മൾ ട്രേഡ് ഗ്രോത്ത് ചെയ്യുമ്പോൾ ഡെഫിസിറ്റ് ഇല്ലാണ്ടാണ് പോകുന്നത്. ഇതിൽ ഫാർമസ്യൂട്ടിക്കൽസില്, കെമിക്കല്, പ്ലാസ്റ്റിക്, സ്റ്റീല്, ഓട്ടോമൊബൈൽ, ടെക്സ്റ്റൈൽസ്, ഇതിലൊക്കെയാണ്. സോയാബീൻ ഓയിൽ, അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിലും സ്റ്റീൽ പ്രോഡക്ട്സിലും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ അത്രയ്ക്ക് ലാറ്റിൻ അമേരിക്കയായിട്ട് ഇല്ലെങ്കിൽ കൂടെയും നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബിസിനസിന്റെ എക്സ്പോർട്സിലാണ്. അപ്പോൾ നമ്മളുടെ ഉദ്ദേശം ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിപ്ലോമാറ്റിക് ഇഷ്യൂസ് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതൊന്ന് നോക്കിക്കോളൂ, എന്തുകൊണ്ടാണ് ഡിപ്ലോമാറ്റിക് ഇഷ്യൂസ് അത്രയും നല്ലതായിരുന്നില്ല 20ാം സെഞ്ചുറിയിൽ? അത് അത്രയും നല്ല കാര്യമായിട്ട് പോയില്ല. കാരണം ഒന്ന്, ഡിസ്റ്റൻസ്, ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ്; 2, ലാംഗ്വേജ് ബാരിയർ; 3, ഫെമിലാരിറ്റി. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൊണ്ടും അവരുടെ ഡിപ്ലോമാറ്റിക് ഇഷ്യൂസ് ഇത്തിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ ലേറ്റർ ഓൺ നമ്മൾ പതുക്കെ അത് കൊണ്ടുവച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇപ്പൊ 1990 ഒരു ഡിപ്ലോമാറ്റിക് മീറ്റിംഗ്സ് നടത്തുകയും എമർജൻസ് നമ്മൾ ഇപ്പോഴും അതിനെ കൊണ്ട് കുറച്ച് ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിഫൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യാണ്. അവിടെ നിന്ന് എയർക്രാഫ്റ്റും ഡൊമേനിയൻ എയർബോൺ എയർഫ്ലൈ ജെറ്റ് ഇന്ത്യയും ബ്രസീലും തമ്മിൽ കോപ്പറേഷനിൽ സൈൻ ചെയ്യുന്നു. ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ചെയ്യുന്നു. അതേമാതിരി IBS ബാനർ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഒരു ഇസ്മാബാർന്ന് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് 3 നേവികളും കൂടെ കോർഡിനേറ്റ് ചെയ്ത് ആന്റി പൈറസി ഇന്റർഡിക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആയി 2 ഓഷ്യൻസിനെയും കണക്ട് ചെയ്ത് സൗത്ത് ആറ്റിൽ എക്സസൈസ് ചെയ്യാണ്. ഇതിങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട